കശാപ്പ് നിയന്ത്രണ വിജ്ഞാപനത്തിൽ പ്രതിഷേധം കടുത്തതോടെ കേന്ദ്ര സർക്കാരും ബി.ജെ.പിയും കൂടുതൽ പ്രതിരോധത്തിൽ. കന്നുകാലി വിൽപ്പനാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം മാത്രമാണ് നിയന്ത്രിച്ചതെന്നും ഉത്തരവ് സംസ്ഥാനങ്ങളുടെ അധികാരം കവരില്ലെന്നും കേന്ദ്രം ആവർത്തിച്ചു. അതേസമയം കശാപ്പ് നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച് മേഘാലയയിലെ ബി.ജെ.പി നേതാവ് ബെർണാഡ് മാരാക്ക് പാർട്ടി വിട്ടു. ചർച്ചയിൽ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്, ഒപ്പം എഴുത്തുകാരൻ ശ്രീ വൈശാഖൻ തമ്പി, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് എം.സി. ആഷി, ബി.ജെ.പി നേതാവ് ശ്രീ കെ സുരേന്ദ്രൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. അഡ്വക്കേറ്റ് എം.സി. ആഷി, ഒരു വല്ലാത്ത വങ്കത്തരമാണ് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത് എന്നത് വാസ്തവമാണ്. പക്ഷേ ചർച്ച ചെയ്യാതെ തരമില്ല. കാരണം ആ നിലയ്ക്ക് കോടതികൾക്ക് ഈ വിഷയത്തിൽ ഒരു അങ്കലാപ്പുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല, ജനങ്ങൾ തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നു. അപ്പോൾ അത് ചർച്ച ചെയ്യാതെ തരമില്ല എന്നതുകൊണ്ട് തന്നെ ചർച്ച ചെയ്യുന്നു. മിത്തുകൾക്ക് വല്ലാത്ത മേൽക്കൈയുള്ള ഒരു സവർണ ബോധമാണ് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് എന്നത് പല ഘട്ടത്തിലായി ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ വിലയിരുത്തിയിട്ടുള്ളതാണ്. പക്ഷേ അതേ ബോധമാണ് ഇവിടുത്തെ ജഡ്ജിമാരെ പോലും നിയന്ത്രിക്കുന്നത് എന്ന് ഒന്നുകൂടി വ്യക്തമാവുന്നതാണ് രാജസ്ഥാനിലെ ഹൈക്കോടതി ജഡ്ജിയുടെ പരാമർശങ്ങൾ. ആ പരിസരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒരു ജഡ്ജി ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരിക? ഇത് വലിയ കഷ്ടമുള്ളൊരു കാര്യമാണ്. ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ സംബന്ധിച്ചും കോടതികളുടെ ഉത്തരവുകളെ സംബന്ധിച്ചും ബഹുമാന്യരായ ജഡ്ജിമാരെ സംബന്ധിച്ചുമുള്ള ജനങ്ങളുടെ ഇടയിലുള്ള മതിപ്പ് ഇല്ലാതാക്കുന്ന തരത്തിലുള്ളൊരു പ്രതികരണമാണ് രാജസ്ഥാൻ ഹൈക്കോടതി ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഏതേത് സാഹചര്യത്തിൽ അത് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യം എന്താ, അദ്ദേഹം ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണോ എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയം. പക്ഷേ അദ്ദേഹം ഭരണഘടനാപരമായിട്ടുള്ള ഒരു അധികാരം അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ഉത്തരവുകളും അദ്ദേഹം ഒപ്പുവയ്ക്കുന്ന ഓരോ വിധികളും ആ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെ മേഖലകൾക്കും ബാധകമായിട്ടുള്ള നിയമമായി മാറുകയാണ്. അപ്പോൾ അത്തരം നിയമങ്ങൾ പുറപ്പെടുവിക്കുന്ന വിധികർത്താക്കളായിട്ടുള്ള ന്യായാധിപന്മാർ തന്നെ ഇത്തരത്തിലുള്ള യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വിശദീകരണങ്ങളിലേക്ക് മാറുകയും രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെയുള്ള പൊതുപ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ആശാസ്യകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഇത് ഇപ്പോൾ ജസ്റ്റിസ് കർണൻ്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും പ്രതിരോധത്തിലാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി നമ്മളിതിനെ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിങ്ങനെ തുടർന്നു പോവുകയാണ് ബഹുമാന്യരായ ന്യായാധിപർ ചെയ്യുന്നത് എങ്കിൽ അത് ചിലപ്പോൾ ഒരാളോ രണ്ടാളോ ഒക്കെ ആയിരിക്കാം. എങ്കിൽ തന്നെയും അത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് ആകെ തന്നെ കളങ്കമേൽപ്പിക്കുന്ന തരത്തിലാണ് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത്തരം സംവിധാനങ്ങളിൽ നിന്ന് മാറുന്നതിന് വേണ്ടി നീതിന്യായ വ്യവസ്ഥ സ്വമേധയാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും അവരതിൽ പരിശോധനകൾ നടത്തണമെന്നും നടപടികൾ എടുക്കേണ്ട സാഹചര്യത്തിൽ നടപടി എടുക്കുകയും ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഈ രാജ്യത്തെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക്. തീർച്ചയായും. ശ്രീ കെ സുരേന്ദ്രൻ, ജയ്പൂരിലെ സർക്കാർ മൃഗശാലയിൽ 500-ലേറെ പശുക്കൾ ചത്തതുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിച്ച് ആ വിഷയത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോഴാണ് 11 വിഷയങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് എങ്ങനെയെല്ലാമാണ് പശു ദൈവമാകുന്നത് എന്ന് ജഡ്ജി പറഞ്ഞത്. അത് വളരെ വിചിത്രമായ വാദങ്ങളായിരുന്നു. പക്ഷേ ഈ വാദങ്ങളെല്ലാം രാഷ്ട്രീയമായി അവതരിപ്പിക്കുമ്പോൾ ആ വാദത്തിന് ഒപ്പിച്ച് അല്ലെങ്കിൽ അതിനെ നിലനിർത്താൻ പോകുന്ന വിജ്ഞാപനങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഈ നിലയ്ക്കുള്ള ഇതിനെ ഈ നിലയ്ക്ക് പരിഹാസ്യമായി പൊതുവെ കാണുന്നില്ല. പക്ഷേ അതൊരു ജഡ്ജി പറഞ്ഞപ്പോൾ, ഉത്തരവാദിത്തപ്പെട്ട ഒരു ജഡ്ജി ഈ നിലയ്ക്ക് കാര്യങ്ങളെ വിലയിരുത്തുകയും അദ്ദേഹത്തിൻ്റെ ഒരു വിധിന്യായം എന്നോണം, അദ്ദേഹത്തിൻ്റെ ശുപാർശ എന്നോണം സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അതിനെ അങ്ങേയറ്റം പരിഹാസ്യമായി വിലയിരുത്തേണ്ടി വരുന്നത്. ആത്യന്തികമായി ഈ വാദം പരിഹാസ്യമാണ് എന്ന് ഉറപ്പിക്കുന്നതല്ലേ ഇപ്പോൾ ഈ ജഡ്ജിയുടെ ഈ നിലപാടിനെ തുടർന്ന് ഉയർന്നു വന്നിരിക്കുന്ന ചർച്ചകൾ? ശ്രീ ഹർഷൻ, ജഡ്ജി അദ്ദേഹത്തിൻ്റെ വിധിന്യായം പുറപ്പെടുവിപ്പിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു കാര്യം വളരെ വ്യക്തമായും സ്പഷ്ടമായും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതെൻ്റെ ആത്മാവിൻ്റെ ശബ്ദമാണ്, എൻ്റെ ആത്മാവിൻ്റെ ശബ്ദമാണ് ഇത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് ആ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം തികച്ചും വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ ധാർമ്മികതയിൽ നിന്ന് ഉയർന്ന ഒരു വാദമുഖം മാത്രമാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അതാണോ ഒരു ജഡ്ജിയുടെ ജോലി? അതായത് അദ്ദേഹം ചില്ലറ നിർദ്ദേശങ്ങളൊന്നുമല്ല വച്ചിരിക്കുന്നത്. പശുവിൻ്റെ കസ്റ്റോഡിയൻ ചീഫ് സെക്രട്ടറി ആയിരിക്കണം എന്നുള്ള നിർദ്ദേശം അടക്കം ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ആത്മാംശം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ച ആ കാര്യങ്ങളിൽ പറയുന്നത് എന്തെല്ലാമാണ്? പശുവിൻ്റെ അമറൽ കൊണ്ട് അന്തരീക്ഷത്തിലെ രോഗാണുക്കളെല്ലാം നശിക്കുകയാണ് എന്നതടക്കം ഓരോന്നും എനിക്ക് ആവർത്തിച്ച് പറയാൻ നാണക്കേടാണ്. ആ നിലയ്ക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്.
പശുവുമായി ബന്ധപ്പെട്ട പശു നമ്മുടെ രാജ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന് നൽകുന്ന സംഭാവനകൾ വലുതാണ്. അതിന് നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല. പക്ഷേ ജഡ്ജിയുടെ വിധിന്യായവും പശുവിനെ പറ്റിയിട്ടുള്ള പരാമർശവും തമ്മിൽ നമ്മൾ ബന്ധിപ്പിക്കേണ്ടതില്ല. ജഡ്ജി വളരെ കൃത്യമായി പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ നിന്ന് വന്ന ആത്മാവിൻ്റെ ശബ്ദം എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അത് രാജ്യത്ത് ആരും മുഖവിലക്കെടുത്തിട്ടുമില്ല. ഈ വിഷയം നമ്മുടെ രാജ്യത്ത് ആരും മുഖവിലക്കെടുത്തിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിക്ക് അത്തരം ഒരു അഭിപ്രായവുമില്ല. നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ നേപ്പാൾ പശു ദേശീയ മൃഗമാണ്. പക്ഷേ ഭാരതത്തിൽ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്ന് BJP നയപരമായ തീരുമാനമെടുത്തിട്ടില്ല. അങ്ങനെ BJP നയപരമായ തീരുമാനമെടുത്ത കാര്യമാണെങ്കിൽ BJP ഒളിച്ചു വെക്കുന്ന ഒരു നിലപാട് BJPക്കില്ല. BJP രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന നമ്മുടെ രാജ്യത്തെ വ്യക്തമാണ്. BJPയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗോവധ നിരോധനം എന്നത് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്, സംഘപരിവാറിന്റെ ലക്ഷ്യമാണ്. അത് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതിലേക്ക് തന്നെയുള്ള സാധ്യതകളാണ് BJP എല്ലാ ഘട്ടത്തിലും തേടുന്നത്. പക്ഷേ ഇവിടെ ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ ശ്രീ സുരേന്ദ്രൻ. കേന്ദ്ര സർക്കാർ കശാപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് തൊട്ടു പിന്നാലെ ഈ രാജ്യത്തെ വിവിധ ഹൈക്കോടതികളിൽ നിന്ന് ഉയർന്ന വിവിധ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ വിവിധ വിധികൾ ഇതിനെയെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചർച്ചയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഓരോന്നും ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു. അതുമാത്രമല്ല, ആ ഘട്ടത്തിൽ തന്നെയാണ് മറ്റൊരു സാഹചര്യത്തിലാണെങ്കിൽ കൂടി ഈ രാജസ്ഥാനിലെ ജഡ്ജി ഇങ്ങനെയൊരു വിധി പറയുന്നത്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ സംഭാവനകൾ പശു നൽകുന്നുണ്ട് രാജ്യത്തിന്. അത് ചാണകമായും മൂത്രമായും പാലായും ഇറച്ചിയായും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനുമപ്പുറത്ത് ഈ 33 കോടി ദൈവങ്ങൾ ഈ പശുവിനുള്ളിൽ വസിക്കുന്നുണ്ട് എന്നും ഈ പശുമൂത്രവും കരളും ഒക്കെ പശുവിൻ്റെ മൂത്രം കരളിനെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാൻ കൊള്ളുന്ന ഒന്നാണ്. പശുമൂത്രം കുടിച്ചാൽ കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങൾ പോകും. റഷ്യൻ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുണ്ട് ഇത് സംബന്ധിച്ച്, ചാണകം തേക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീട്ടി പറഞ്ഞിരിക്കുന്നതെല്ലാം ഒരു കാഴ്ചപ്പാടിൻ്റെ, ഒരു ചിന്തയുടെ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സവർണബോധത്തിൻ്റെയോ ഒക്കെ ബാക്കി പത്രമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഹർഷൻ വസ്തുതാ വിരുദ്ധമായ പരാമർശങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നമ്മുടെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്തും പരാമർശിച്ചിട്ടില്ല നമ്മുടെ രാജ്യത്ത് കശാപ്പ് നിർത്തലാക്കുക എന്നത്. അത് നിങ്ങളുടെ അടക്കമുള്ള ചില കശാപ്പ് നിർത്തലാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് ഞാനും പറഞ്ഞിട്ടില്ല. കശാപ്പ് നിർത്തുക എന്നത്, പശുവിനെ വധിക്കുന്നത്, ഗോവധം നിരോധിക്കുക എന്നത് സംഘപരിവാറിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ വിജ്ഞാപനത്തിൽ കശാപ്പ് നിരോധിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ കശാപ്പിനുള്ള മൃഗങ്ങളുടെ ലഭ്യത ഇല്ലാതാക്കുന്നതാണ് ഈ വിജ്ഞാപനം എന്നതാണ് അതിൻ്റെ ഒരു വാസ്തവം. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. എനിക്കൊരു പക്ഷേ ഞാൻ പറഞ്ഞു നിർത്തിയതിൽ നിന്ന് താങ്കൾക്ക് ചർച്ച തുടരാൻ കഴിയുമെന്ന് തോന്നുന്നു. ശ്രീ സുരേന്ദ്രൻ, ഞങ്ങളുടെ പ്രഖ്യാപിത നയം മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരാനന്തര കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് ആവശ്യപ്പെട്ടതും മഹാത്മാഗാന്ധി അടക്കമുള്ള നമ്മുടെ രാഷ്ട്രപിതാവ് അടക്കമുള്ള നേതാക്കന്മാർ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചതും പിന്നീട് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ രാജ്യത്ത് നടപ്പിലാക്കിയതും. നമ്മുടെ രാജ്യത്ത് 24ഓളം സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനം നടപ്പാക്കിയിട്ടുണ്ട്. ആ ഗോവധ നിരോധനം നടപ്പാക്കിയത് 20ഓളം സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയത് കോൺഗ്രസ് സർക്കാരുകളാണ്. ഇന്ന് ഇവിടെ പശുവിനെ അറക്കുന്നവർ, കാളയെ അറുത്ത് പ്രതിഷേധിക്കുന്നവർ, പോത്തിൻ്റെ തലയെടുത്ത് പ്രകടനം നടത്തുന്നവർ, ഇന്ന് ഹിമാചൽ പ്രദേശും പഞ്ചാബ് അടക്കം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനമല്ല, ബീഫ് നിരോധനം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. അത് നമ്മൾ വിസ്മരിച്ചു പോകരുത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അതാണ് ആ വിഷയങ്ങളിൽ അത് സംസ്ഥാനങ്ങളുടെ താല്പര്യം, സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്നതാണ്. സംസ്ഥാനങ്ങൾ
സംസ്ഥാനങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട്. കേരളം വാദിക്കുന്നത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം കൂടിയാണ് ഇതെന്നാണ്. മാത്രമല്ല, ഈ വിഷയത്തിൽ ദക്ഷിണേന്ത്യക്ക് വ്യത്യസ്തമായ ഒരു നിലപാട് തന്നെ മൊത്തത്തിലുണ്ട്. ദക്ഷിണേന്ത്യക്ക് മാത്രമല്ല, നോർത്ത് ഈസ്റ്റിനുണ്ട്. ആ നിലയ്ക്കെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഈ വിധിയുടെ സ്വഭാവത്തിലേക്കും അല്ലെങ്കിൽ ഈ ജഡ്ജിയുടെ പരാമർശത്തിൻ്റെ സ്വഭാവത്തിലേക്കും തന്നെയാണ് നമുക്ക് തൽക്കാലം പോകേണ്ടത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ വൈശാഖൻ തമ്പി, വളരെ നിഷ്കളങ്കമാണ് ആ ജഡ്ജിയുടെ പരാമർശങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? സമാനമായ പരാമർശങ്ങൾ മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്ന് കേട്ടിട്ടുണ്ട്. ഇതേ വാദങ്ങളിൽ ആദ്യഘട്ടത്തിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കൊലപാതകങ്ങൾ, ഗോവധവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ചയായി മനുഷ്യനെ കൊല്ലുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത് വലിയ ചർച്ചയൊന്നും ആകുന്നില്ലെങ്കിലും ആ നിലയ്ക്ക് ആ കൊലപാതകങ്ങൾ തുടരുന്ന സാഹചര്യം രാജ്യത്തുണ്ട്. ഇതെല്ലാമാണ് രാജ്യത്തിൻ്റെ സാഹചര്യം. അപ്പോഴാണ് ഒരു ന്യായാധിപൻ ഈ നിലയ്ക്കൊക്കെ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. അതിനെ നിഷ്കളങ്കമായി കാണേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും അത് ഇപ്പോൾ വന്നേക്കുന്ന ന്യായാധിപൻ്റെ ഭാഗത്തു നിന്ന് വന്നേക്കുന്ന ആ ഒരു പരാമർശം, അത് ഒറ്റ നോട്ടത്തിൽ പരിഹാസ്യമെന്നും വിഡ്ഢിതമെന്നും ഒക്കെ നമുക്ക് തോന്നാമെങ്കിൽ പോലും അത്തരം വിഡ്ഢിതങ്ങളെ വിശ്വസിക്കുന്നതിൽ അല്പം അപകടമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ സീരീസിലെ അവസാനത്തെ CD ആണ് ഇറങ്ങിയിരിക്കുന്നത്. ഇനിയും ഒരുപാട് വരാനുണ്ട്. ഇത്തരം കോമഡി CD ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തുടങ്ങിയിട്ട് നാൾ കുറച്ചായി. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു കുറ്റിക്ക് ചുറ്റും കെട്ടിയ പശുവിനെ പോലെ ഇന്ത്യൻ രാഷ്ട്രീയം ഒരു പശുവിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പശുവിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. അത് നേരത്തെ നമ്മുടെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ അത് BJP ആയിട്ട് തുടങ്ങി വെച്ചതല്ല. ഇതിനു മുമ്പ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പല ദേശീയ പാർട്ടികളും അതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ പശുവിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയം പിന്നീട് BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഒരു വലിയ വിഷയമായി മാറുന്നതും. ഗോവധവും പശു ദൈവമാണോ, ഹിന്ദുക്കൾക്ക് അമ്മയാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ സീരിയസ് ആയി ഒരു പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയത് BJP അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെയാണ്. ഇത്തരം പ്രസ്താവന അതിപ്പോൾ പശുവിനെ സംബന്ധിച്ചല്ലെങ്കിൽ പോലും നമ്മുടെ ഗണപതിയുടെ തല മാറ്റിവെക്കൽ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ജഡ്ജിയുടെ ആത്മാവിൽ നിന്ന് വന്ന ഈ സ്വരമാണെന്ന് നേരത്തെ സുഹൃത്ത് സ്ഥാപിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇതേ ആത്മാവിൽ നിന്ന് വരുന്ന ഒരുപാട് വിധിന്യായങ്ങൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടാവാം. പ്രത്യേകിച്ച് ശ്രീ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയാക്കപ്പെട്ട കേസിൽ മുൻപ് വിധി പ്രഖ്യാപിച്ച് നടത്തിയിട്ടുള്ള ഒരു ജഡ്ജി കൂടിയാണ് ഇപ്പോൾ നമ്മുടെ രാജസ്ഥാനിൽ നിന്നും ന്യൂസിൽ ഇടപെട്ടിരിക്കുന്ന പ്രത്യേക ജഡ്ജി എന്ന് പറയുന്നത്. ഇതിനെ നിഷ്കളങ്കമായിട്ട് കാണാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഒന്ന്, എത്രത്തോളം ആത്മാർത്ഥമാണ് പശുക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ന പേരിൽ നടത്തുന്ന നിയമനിർമ്മാണങ്ങളും അതിൻ്റെ പേരിൽ നടത്തുന്ന വാദഗതികളും ഒക്കെ എത്രത്തോളം ആത്മാർത്ഥമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ബീഫ് എക്സ്പോർട്ടറായിട്ടുള്ള രാജ്യമാണ് ഇന്ന് ലോകത്തിൽ. അതിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികളെല്ലാം നടത്തുന്നത് ഹിന്ദുക്കളാണ് എന്നാണ് ഈ അടുത്തിടെ വന്ന ന്യൂസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വികാരമായി മാറി തുടങ്ങുന്നേ ഉള്ളൂ. അത് വികാരമാക്കി മാറ്റപ്പെടുകയാണ്. അതൊരു അമ്മയാണെന്ന് തുടങ്ങിയ പരിഹാസ്യവാദങ്ങളൊന്നും മുമ്പ് ഇത്ര സീരിയസ് ആയി ഉയർന്ന് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഹിന്ദു ആചാരങ്ങളിൽ പലപ്പോഴും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് ചെണ്ട എന്ന് പറയുന്ന വാദ്യോപകരണം. ചെണ്ട തോലുണ്ടാക്കുന്നത് ശരിക്കും പ്രായം കുറഞ്ഞ കാളയുടെ തോലിൽ നിന്നാണ്. അപ്പോൾ കൊല്ലാതെ ജീവനോടെ ഇരിക്കുന്ന ഒരു ജീവിയുടെ തോല് നമുക്കൊരിക്കലും ചെണ്ടയായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് പല രീതിയിലും മുമ്പും ഗോവധം നമ്മുടെ നാട്ടിൽ പല രീതിയിൽ ഇൻഡയറക്റ്റായിട്ട്, അതിപ്പോൾ മാംസം എന്ന നിലയിൽ മാത്രമല്ല തുകൽ ഉൾപ്പെടെയുള്ള മറ്റ് വ്യവസായങ്ങളിലുമൊക്കെ ഇതൊരു ഘടകമായി മുമ്പും വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിനെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തെ മൊത്തം ഇത്തരം ഒരു ഡിസ്കഷനിലേക്ക് വഴിതിരിച്ചു വിടുക, മന്ത്രിമാരും MP-മാരും ഉൾപ്പെടെ അവസാനം ആ സീരീസിലേക്ക് ജഡ്ജിമാർ കൂടി രംഗപ്രവേശനം ചെയ്യുന്ന വല്ലാത്ത ഒരു കൺഫ്യൂഷൻ എല്ലാ തരത്തിലും ഉണ്ടാക്കുക, ആ നിലയ്ക്ക് ആ ചർച്ചയെ കൃത്യമായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ സംഘപരിവാരം കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കി തീർക്കുക എന്നത് തന്നെയാണ് ഇതുവരെയുള്ള ചലനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ KK സുരേന്ദ്രൻ, ഇതുവരെ മനസ്സിലായല്ലോ മദ്രാസ് ഹൈക്കോടതിക്ക് ഈ വിഷയത്തിലൊരു നിലപാടാണ്. കേരള ഹൈക്കോടതി വ്യത്യസ്തമായാണ് ഈ വിഷയത്തെ കാണുന്നത്. രാജസ്ഥാനിൽ ഈ വിഷയത്തിലല്ല വിധി വന്നിരിക്കുന്നത് എങ്കിൽ കൂടി ഈ വിഷയത്തെ എങ്ങനെയാണ് ആ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി കാണുന്നത് എന്ന് നമുക്ക് കൃത്യമായി അവിടെ നിന്ന് പറഞ്ഞു തരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ വല്ലാത്ത കൺഫ്യൂഷൻ മൊത്തത്തിൽ ഉണ്ടാക്കി തീർത്തിരിക്കുന്നു ആളുകൾക്കിടയിൽ. മദ്രാസ് IIT-യിൽ ഇപ്പോഴും സമരം തുടരുകയാണ്. അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്യാർത്ഥികൾ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ നിലയ്ക്ക് വല്ലാത്ത കുഴപ്പം പിടിച്ച ചേരിതിരിഞ്ഞുള്ള ഒരു ചർച്ചയുണ്ടാക്കാനല്ലാതെ ഈ വിജ്ഞാപനം കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? അല്ല, ഇവിടെ നേരത്തെ സംസാരിച്ച സുഹൃത്ത് എനിക്ക് തോന്നുന്നു ഈ വിധിന്യായം പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അഥവാ പഠിച്ചിട്ടും അത് അദ്ദേഹം പഠിക്കാത്ത രീതിയിൽ അവതരിപ്പിക്കുകയാണോ സംശയമുണ്ട്. കാരണം ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം തന്നെ ജഡ്ജി വിധിന്യായത്തിൽ തന്നെ പറഞ്ഞതാണ്, എൻ്റെ ആത്മാവിൻ്റെ ശബ്ദമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുകയല്ല.
മറ്റൊന്ന്, ഇവിടെ നമ്മുടെ രാജ്യത്ത് ഗോവധ നിരോധനമാണ് രാജ്യത്ത് 24 സംസ്ഥാനങ്ങളിലുള്ളത്. കാളയും എരുമയും അത്തരത്തിലുള്ള പല സംസ്ഥാനങ്ങളിലും ഇന്നും നിരോധിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ ഗോവധ നിരോധനമാണുള്ളത്. മറ്റൊന്ന്, ഹർഷൻ ചോദിച്ചിലേക്ക് ഇപ്പോൾ മദ്രാസിൻ്റെ IITയിലെ വിഷയം തന്നെ പറഞ്ഞു. എന്താ IITയിൽ വസ്തുത അവിടെ വാസ്തവത്തിലുണ്ടായത്? അവിടെ നമ്മുടെ കേരളത്തിലെ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മദ്രാസ് IIT നടന്ന സംഭവവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൂരജ് ആശുപത്രിയിലാണ്, സൂരജിനോടൊപ്പം തന്നെ മഹേഷ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയും ആശുപത്രിയിലാണ്. അതിൽ പക്ഷേ ഈ പറഞ്ഞ മഹേഷ് ആക്രമിക്കപ്പെട്ട മഹേഷിന്റെ ചിത്രവും ആക്രമിക്കപ്പെട്ട മഹേഷിനല്ല പരിക്കേറ്റിരിക്കുന്നത്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അല്ല എനിക്ക് സംശയങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് സ്വാഭാവികമായും ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാടല്ല എനിക്ക് എന്ന് ഞാൻ ആവർത്തിച്ച് പറയട്ടെ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സംശയം കൂടുതലുണ്ടാവും. പൂർണ്ണമായും എനിക്ക് താങ്കളോട് യോജിക്കാൻ കഴിയുന്ന തലങ്ങൾ ഈ ചർച്ചയിൽ തീരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആദ്യം ചോദിച്ചത് ഇതാണ്: എന്ത് ഗുണമാണ് ഈ വിജ്ഞാപനം കൊണ്ടുണ്ടായത്? ഇവിടെ തമ്മിൽ തല്ലിയത് അവരങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയതാണ് എന്ന വാദം താങ്കൾക്ക് ഉയർത്താൻ കഴിയും. പക്ഷേ ഇതിനപ്പുറത്ത് എന്ത് പ്രയോജനമാണ് ഈ വിജ്ഞാപനം കൊണ്ട് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത്? അതൊന്ന് പറയൂ. അല്ല, ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. ഇപ്പം നമ്മുടെ കേരള ഹൈക്കോടതിയുടെ വിജ്ഞാപനമുണ്ട്. കേരള ഹൈക്കോടതിയുടെ വിജ്ഞാപനം തന്നെ വളരെ കൃത്യമാണ്. എന്തിനു വേണ്ടിയാണ് കേരളത്തിൽ നിങ്ങൾ പരസ്യമായി കാളക്കുട്ടിയെ അറുത്ത് ജനങ്ങളിലുള്ളിൽ വികാരം വളർത്താൻ പര്യാപ്തമായ രീതിയിൽ പ്രവർത്തിച്ചത്, അത്തരത്തിൽ നടപടിയിലേക്ക് പോയത്? അതോടൊപ്പം തന്നെ പോത്തിൻ്റെ തലയുമായി നിങ്ങൾ പ്രചരണം നടത്തിയത്? ഈ റംസാൻ മാസം പിറക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ വ്യാപകമായി രാജ്യത്ത് ഇതിനൊക്കെയുള്ള സാഹചര്യം ഒരുക്കുന്ന വിജ്ഞാപനത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ് എന്നതാണ് പ്രശ്നം. ആത്യന്തിക ലക്ഷ്യം, ഈ വിജ്ഞാപനത്തിന്റെ ലക്ഷ്യം ഇതായിരുന്നു. അതൊക്കെ കൊണ്ടാണ് ഇതെല്ലാം ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയവും സാമ്പത്തികവുമായ കൃത്യമായ താല്പര്യം ഈ വിജ്ഞാപനത്തിൽ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഈ 2 ദിവസങ്ങളിൽ. കാരണം അതിന്റെ വിശദാംശങ്ങളിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോകാം. ഈ 2 ദിവസങ്ങളിൽ വിലയിരുത്തപ്പെട്ടത് അത് തന്നെയാണ് നടക്കുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്, ഈ വിജ്ഞാപനം കൊണ്ടുണ്ടായ പ്രയോജനം എന്നത് ഇത് മാത്രമല്ലേ എന്ന്. മാത്രമല്ല, താങ്കൾ പറയുന്ന കേരള ഹൈക്കോടതിയുടെ നിലപാട് ഇതായിരിക്കുമ്പോൾ തന്നെയാണ് മദ്രാസ് ഹൈക്കോടതി ഈ വിഷയത്തിൽ നേരെ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് അത് താങ്കൾ പറയുന്നില്ല? അല്ല, ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇറക്കേണ്ടി വന്നു? കഴിഞ്ഞ ജനുവരിയിൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയതാണ്. നമ്മുടെ രാജ്യത്ത് 1960-ലെ നെഹ്റു സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് എന്ന് താങ്കൾക്കും എനിക്കും ഈ രാജ്യത്തുള്ളവർക്കും ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ്, സുപ്രീം കോടതിയുടെ വിധി കമാൻഡാണ്. ചന്തകൾ നിയന്ത്രിക്കാൻ 1960-ൽ നിയമമില്ല. ചന്തകൾ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് ഈ നിലയ്ക്ക്, അതായത് കശാപ്പിനുള്ള മൃഗങ്ങളെ ചന്തയിൽ വിൽക്കരുത് എന്ന നിലയ്ക്ക് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യണം എന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശമില്ല. ഐക്യരാഷ്ട്രസഭ ഇവിടുത്തെ കാലിസമ്പത്ത് വല്ലാതെ നശിക്കുകയാണ് എന്ന് നിങ്ങൾ പറയുന്ന തരത്തിൽ കണ്ടെത്തിയിട്ടുമില്ല. അതിനെയെല്ലാം വ്യാഖ്യാനിക്കുകയാണ് നിങ്ങൾ. ആരാണ് ഇവിടെ ചന്തയെ നിയന്ത്രിക്കുന്നത്? ഇവിടെയാണ് പ്രശ്നം. ഇവിടെയാണ് തെറ്റിദ്ധാരണ ജനങ്ങൾ പരത്തുന്നത്. ഇവിടെ കർഷകനെ അവനെ ചന്തയിൽ കൊണ്ടുപോയി കാർഷിക ആവശ്യത്തിന് വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം. എത്ര പേരുണ്ട് ശ്രീ സുരേന്ദ്രൻ? കേരളത്തിൽ ജീവിക്കുന്ന ആളാണല്ലോ താങ്കൾ. കാർഷിക ആവശ്യത്തിന് ചന്തയിൽ കൊണ്ടുപോയി പശുവിനെ വിൽക്കുകയോ വളർത്താൻ തീരുമാനിച്ചുകൊണ്ട് ചന്തയിൽ നിന്നൊരു പശുവിനെ വാങ്ങിക്കുകയോ ചെയ്യുന്ന എത്ര കർഷകർ കേരളത്തിലുണ്ട്? അല്ല, ഇവിടെ വളർത്താൻ ഏത് ചന്തയിൽ നിന്നാണ് വളർത്താൻ ഇവിടെ വാങ്ങാൻ സാധിക്കുക? ഇന്ന് നിലവിലുള്ള ചന്തകളിൽ ഏത് ചന്തകളിൽ നിന്നാണ് വളർത്താൻ വരും സാധിക്കുക? നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന അതുകൊണ്ട് നിലവിലെ ചന്തകളിൽ ഈ പറയുന്ന ചാവാലി മൃഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിൽ ഒന്നിനും പിന്നീട് പ്രയോജനമില്ലാത്ത മൃഗങ്ങളാണ് വന്നു ചേരുന്നത്. ആ മൃഗങ്ങളെ അവിടെ വെച്ച് മാംസാവശ്യത്തിന് വേണ്ടി കച്ചവടം ചെയ്യുന്നു. ഇതൊരു വാസ്തവമാണ്. അതിനെന്തിനാണ് ഒരു നിയന്ത്രണം? അതാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിലെ മിക്കവാറും എല്ലാ ചന്തകളും പ്രവർത്തിക്കുന്നത് കന്നുകാലികളെ അറക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അറക്കാൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നതിന് എന്താണ് കുഴപ്പം? അതുകൊണ്ട് കന്നുകാലികൾക്ക് എന്ത് നേട്ടമാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്? അല്ലെങ്കിൽ ആ സംവിധാനത്തിന് ഈ മരിക്കാറായ കന്നുകാലിയെ ജീവിപ്പിച്ച് നിർത്തിയത് കൊണ്ട്, അല്ലെങ്കിൽ 6 മാസത്തേക്ക് ജീവിപ്പിച്ച് നിർത്തിയത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ആ കന്നുകാലികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക? അല്ലെങ്കിൽ കന്നുകാലി സമ്പത്ത് വളരാൻ ഈ രാജ്യത്തിന് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക?
ഇല്ല, കന്നുകാലി സമ്പത്ത് നമ്മുടെ രാജ്യത്ത് കുറഞ്ഞു വരികയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് നടത്തുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ഏറ്റവും കൂടുതൽ കന്നുകാലി സമ്പത്ത് കുറഞ്ഞു വരുന്ന രാജ്യമാണ് ഇന്ത്യ. അത് മനസ്സിലാക്കണം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ എൻ്റെ ഹർഷൻ, ഉത്തർപ്രദേശിൽ നമ്മുടെ അനധികൃത അറവുശാലകൾ പൂട്ടാൻ തീരുമാനിച്ചു. അതിനെതിരെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വ്യാപകമായി, പ്രത്യേകിച്ച് കേരളത്തിലാണ് ഏറ്റവും വലിയ പ്രതിഷേധം ഉണ്ടായത്. എന്നാൽ കണ്ണൂർ ജില്ലയിൽ, ഉത്തർപ്രദേശിൽ ഇത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, ഈ നിയമം ഈ ഉത്തരവ് വരുന്നതിന് മുമ്പ് കണ്ണൂർ ജില്ലയിൽ ഈ ഇത്തരത്തിലുള്ള അനധികൃത അറവുശാലകൾ പൂട്ടി. ആ അനധികൃത അറവുശാലകൾ പൂട്ടിയ സമയത്ത് അതിനെതിരെ യാതൊരു ശ്രീ കെ കെ സുരേന്ദ്രൻ, പ്രാദേശികമായി ഇതൊക്കെ ചെയ്യാൻ വേണ്ട നിയമങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട്. വൃത്തിയില്ലാത്ത അറവുശാലകൾ പൂട്ടാൻ, അത് മാത്രമല്ല ഈ എന്താണ് ഭീകരമായ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നതിനെ തടയാൻ ഒക്കെ ഇവിടെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നടപ്പായിട്ടുമുണ്ട്. നമുക്കറിയാമല്ലോ, താങ്കൾ ഈ പഴയ ചരിത്രത്തിലേക്ക് കുറച്ചു പോയാൽ നവാബ് രാജേന്ദ്രനൊക്കെ ഈ വിഷയത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട്, കോടതിയിലൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. അങ്ങനെ പ്രാദേശികമായി നിയമങ്ങളുണ്ട്. അതല്ല ഇവിടെ വിഷയം. ഇവിടെ അതല്ല. ദേശീയ തലത്തിൽ ഈ വിഷയത്തെ മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കുന്നു, ഒരു വിജ്ഞാപനം ഇറക്കുന്നു. ആ വിജ്ഞാപനത്തിന് ശേഷം ആത്യന്തികമായി എന്ത് സംഭവിച്ചു, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ അഡ്വക്കേറ്റ് MC ആഷി, വ്യത്യസ്തമായി മാത്രമാണ് ഈ വിഷയത്തെ കോടതികൾക്ക് ഇതുവരെ വിലയിരുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ കണ്ടത് നിയമവിദഗ്ധർ പോലും ആ നിലയ്ക്കാണ് ഇതിനെ കൈകാര്യം ചെയ്തത്. കാരണം നിയമപരമായി നിലനിൽക്കുന്ന തരത്തിലാണ് ഈ വിജ്ഞാപനത്തെ ഫ്രെയിം ചെയ്തിരിക്കുന്നത് എന്നതൊരു വാസ്തവമാണ്. പക്ഷേ ആത്യന്തികമായി ആ നിയമം എത്രത്തോളം, ആ വിജ്ഞാപനം എത്രത്തോളം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുകൂടി വ്യക്തമാവുകയല്ലേ കോടതികളുടെ വ്യത്യസ്ത നിലപാടിലൂടെ? കോടതികൾ ഇതിനകത്ത് സ്വീകരിച്ചിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള സമീപനങ്ങൾ ആശാസ്യകരമായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പം നമ്മൾ രാജസ്ഥാൻ കോടതിയിൽ ജഡ്ജിൻ്റെ പരാമർശവുമായിട്ടാണ് ഈ ചർച്ച തുടങ്ങിയത് തന്നെ. ഇതിങ്ങനെ സംഘപരിവാറിൻ്റെ ചില വക്താക്കളായി കോടതികൾ മാറുന്നു എന്നുള്ളൊരു സംശയം ആളുകൾക്കിടയിൽ സ്ഥാപിക്കപ്പെടുന്നതിന് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കും. പശുവിനെക്കുറിച്ചും മയിലിനെക്കുറിച്ചും ഒക്കെ അദ്ദേഹം എത്ര വലിയ അസംബന്ധങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഇവിടെ സോഷ്യൽ മീഡിയ മുഴുവൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ അവമതിക്കപ്പെടേണ്ടതല്ല ഒരു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജഡ്ജ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് ഇതിനകത്ത് ആശയപരമായിട്ട് അവ്യക്തത ഉള്ളതുകൊണ്ടല്ല, ആശയപരമായിട്ട് നല്ല വ്യക്തത ഉള്ളതുകൊണ്ടാണ്. ഇവർക്ക് ഇത് എവിടെ തുടങ്ങണമെന്നും എവിടെ അവസാനിപ്പിക്കണമെന്നും എന്ത് നടപ്പാക്കണമെന്നുള്ളത് സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. നമ്മൾ നോട്ട് നിരോധനത്തിൽ നമ്മളത് കണ്ടതാണ്. ഇവിടെ 14.5 ലക്ഷം കോടി രൂപയുടെ പണം കണ്ടെത്താനുണ്ട്, 12 ലക്ഷമേ വരൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര കോടി രൂപ വന്നു എന്ന് ഇതുവരെ കണക്കിട്ടിട്ടില്ല. അതിൻ്റെ ഭാഗമായി ലാഭം ഉണ്ടാക്കിയത് മുഴുവൻ വിദേശത്തെ കുത്തക കമ്പനികളാണ്. അത് നമുക്കറിയാവുന്നൊരു വസ്തുതയാണ്. ഇക്കാര്യത്തിലും അതുതന്നെയാണ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൻ്റെ തുടർച്ചയാണ് ഈ പരസ്യമായിട്ടുള്ള മാർക്കറ്റുകളുള്ള കന്നുകാലികളുടെ വിൽപ്പന നിരോധിക്കുക, അവയെ അറവുകൾ നിരോധിക്കുക എന്ന് പറയുമ്പോൾ ഈ കന്നുകാലികളെ കർഷകൻ എന്ത് ചെയ്യുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇതിനെ ചുരുങ്ങിയ വിലയ്ക്ക് ഇത്തരം വൻകിട ഫാമുകാർ വാങ്ങിച്ചു കൊണ്ടുപോവുകയും അറുത്ത് അത് മാംസമാക്കിയും മറ്റു ഉൽപ്പന്നങ്ങളുമാക്കി നമുക്ക് തന്നെ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇനി ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. ഈ കുത്തക കമ്പനികൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ലേ ഇതിൻ്റെ ഉദ്ദേശം. ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തെ ആശയപരമായ അവ്യക്തതയല്ല, ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പിന്നെ കോടതികൾ ഇതിനകത്ത് സ്വീകരിക്കുന്ന സമീപനം എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു സ്റ്റേ നൽകിയിട്ടുണ്ട്. അത് പിന്നെ നിയമപരമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പരമ്പരാഗതമായി ഇവിടെ തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ള നിയമപ്രകാരം നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളുടെ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഒരു സുപ്രഭാതത്തിൽ എടുത്തു മാറ്റുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ചില നിയമപരമായ ഈ കൺഫ്യൂഷൻ എല്ലാം നിലനിൽക്കുമ്പോഴാണ് അഡ്വക്കേറ്റ് MC ആഷി ഒരു ന്യായാധിപൻ ഈ നിലയ്ക്കുള്ള പരാമർശങ്ങളൊക്കെ നടന്നു. നേരത്തെ ആഷി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊക്കെ സംഘപരിവാറിൻ്റെ വാദങ്ങൾ ആ നിലയ്ക്ക് തന്നെ ഒരു കോടതി മുറിയിൽ അവതരിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ്. അത് തന്നെയാണ് രാജ്യം അങ്കലാപ്പോടെ അല്ലെങ്കിൽ അന്തം വിട്ട് കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. വിവരക്കേടുകൾ ഇങ്ങനെ പറയുകയാണ് ഒരു കോടതി മുറിയിൽ, അത് നിയമമായി നടപ്പാക്കണമെന്ന് പറയുകയാണ്, പശുവിനെ ദേശീയ മൃഗമാക്കണമെന്ന് പറയുകയാണ്. ഇങ്ങനെയൊക്കെ വാദിക്കുന്ന തരത്തിൽ ഈ നിലയ്ക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കേവലം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ നിന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണെന്നൊക്കെ ആ ന്യായാധിപൻ പറയുന്നുണ്ടെങ്കിൽ കൂടി ഇതൊക്കെ ആത്യന്തികമായി ഈ രാജ്യത്ത് ഒരു ന്യായാധിപൻ ഈ നിലയ്ക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എന്ത് പ്രതിഫലനമാണ് ഉണ്ടാക്കുക? അല്ല, ഇവിടെ നിയമപരമായിട്ടുള്ള തുല്യത, നിയമത്തിൻ്റെ മുന്നിലും അവസരങ്ങൾക്ക് മുമ്പിലും തുല്യത വാഗ്ദാനം ചെയ്യുന്ന ഒരു ഭരണഘടന നിലവിലുള്ള രാജ്യമാണ് നമ്മുടേത്.
നിയമത്തിൻ്റെ മുന്നിൽ എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാ പ്രദേശത്തുകാർക്കും എല്ലാ വിവിധ ലിംഗങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കും തുല്യത ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഈ ഭരണഘടന ഇവിടുത്തെ ഭരണകൂടത്തിനും കോടതികൾക്കും നൽകിയിട്ടുണ്ട്. അത്തരം തുല്യത ഉറപ്പുവരുത്തേണ്ട ചുമതലയുള്ള ഒരാൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വക്താക്കളായി മാറുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആശങ്കയിലാകുന്ന മറ്റൊരു വിഭാഗം ജനമുണ്ടാകുന്നു ഇവിടെ. അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നതിന് നമുക്ക് വേണമെങ്കിൽ വിലക്കെടുക്കാം. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഏത് പക്ഷത്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അഭിപ്രായം പറയാമല്ലോ. അത്തരം ആത്മാവുള്ള ഒരു മനുഷ്യൻ്റെ മുന്നിൽ അതിന് വിരുദ്ധമായ നിലപാടുകളുള്ള ഒരു മതവിഭാഗത്തിലെയോ പ്രദേശത്തെയോ ജനങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായമുള്ള വേറൊരു വിഭാഗം ജനങ്ങൾ ചെന്നുപെട്ട് കഴിഞ്ഞാൽ നീതിന്യായ നിർവഹണം ഏത് രൂപത്തിൽ നടത്തപ്പെടും? ശ്രീ വൈശാഖൻ തമ്പി, അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയാണ് ഒരു കോടതി ഇരുന്ന്. അതെങ്ങനെയാണ് അംഗീകരിച്ചു കൊടുക്കാനാവുക? അത് കോടതി എന്ന് തന്നെ പരാമർശിക്കേണ്ടി വരുന്നത് അദ്ദേഹം ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ടാണ് അത് ചെയ്തത് എന്നതുകൊണ്ടാണ്. അതിനുശേഷവും അദ്ദേഹം ആ പരാമർശങ്ങളെല്ലാം ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആ കോടതി മുറിയിൽ ഇരുന്നു കൊണ്ട് അത് നിർദ്ദേശമായി നൽകിയത് കൂടിയാണ്. അത് അങ്ങേയറ്റത്തെ അന്ധവിശ്വാസമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആത്മാവാണ് എന്ന് മാത്രമല്ല നമുക്ക് പറയാൻ കഴിയുക, അതൊരു വലിയ വിഭാഗത്തിൻ്റെ ചിന്തയാണ്. അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രത്യയശാസ്ത്രം കൂടിയാണ്. അതെങ്ങനെയാണ് തടയാൻ കഴിയുക? ഇത് ഈ പറഞ്ഞതുപോലെ ഒരു വലിയ വിഭാഗത്തിൻ്റെ അന്ധവിശ്വാസമാണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നതിനോട് എനിക്കത് പൂർണ്ണമായിട്ടും യോജിക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യയിൽ ഇത്തരം ഒരു പശുവിലേക്ക് വഴിതിരിച്ച് വിടുകയും അതുവഴി മറയ്ക്കപ്പെടുന്ന നിരവധി രാജ്യത്തിന് ദോഷകരമായി ബാധിക്കാവുന്ന സർക്കാർ തീരുമാനങ്ങളെ അതുവഴി മറയ്ക്കുകയും ചെയ്യുക വഴി വിഷയങ്ങളെ വഴിതിരിച്ചു വിടാനുള്ള ഒരു മനഃപൂർവ്വമായ ശ്രമമാണ് എന്നാണ് വ്യക്തിപരമായി എനിക്ക് ഇതിൽ സംശയം തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പം പണ്ടൊരു വലിയ വിവാദം ഉണ്ടായത് ഞാൻ ഓർക്കുന്നു. പണ്ട് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിൽ വിമാനം ഉപയോഗിച്ച് നമ്മൾ മറ്റ് ഗാലക്സികളിലേക്ക് പറക്കാനൊക്കെ കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞത് അന്ന് ഒരു ഏവിയേഷൻ അക്കാഡമിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. വിമാനം ഉപയോഗിച്ച് വേറൊരു ഗാലക്സിയിലേക്ക് പോകാൻ കഴിയില്ല എന്നറിയാത്ത ആൾ അത്തരം ഒരു അക്കാഡമിയുടെ തലപ്പത്ത് വരുമെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് മണ്ടത്തരമാണ് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. അത് അറിയാതിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ മനഃപൂർവ്വം ഇത്തരം അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇതൊരു വെറുമൊരു വിഡ്ഢിത്തത്തിൻ്റെ ഒരു സ്വാഭാവികമായ പ്രതിഫലനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും ഇതൊരു പ്ലാൻഡ് ആണെന്നും സർക്കാരിൻ്റെ ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ നിർണായകമായി സ്വാധീനിക്കാൻ സാധ്യതയുള്ള വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഈ ഭാഗത്തേക്കൊക്കെ ഇന്നത്തെ സർക്കാർ പോളിസികൾ എന്താണ്, എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്? ഇത്തരം വിഷയങ്ങളിലൊന്നും എത്രത്തോളം പൊതുജനം ചർച്ച വരുന്നുണ്ട്, എത്രത്തോളം ചാനലുകളിൽ ചർച്ച ചെയ്യാനുള്ള അവസരം കിട്ടുന്നുണ്ട്? പലപ്പോഴും ഒന്നിന് പിറകെ ഒന്നായി ഇത്തരം മണ്ടത്തരങ്ങൾ കെട്ടിയിരുന്നതിലേക്ക് ചർച്ചകൾ മുഴുവൻ ഇത്തരം വിഡ്ഢിത്തങ്ങൾക്ക് പിന്നാലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഗൗരവകരമായ ഒരു ചർച്ചയ്ക്ക് പോലും നമ്മുടെ രാജ്യത്തിൽ സാധ്യത കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു ന്യായാധിപൻ കൂടി ആകുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും ഗുരുതരമായ തലത്തിലേക്ക് അത് എത്തുന്നത്. ഇപ്പോൾ ശ്രീ വി എം സുധീരൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വി എം സുധീരൻ, മുമ്പ് കേട്ടിട്ടുണ്ട് ഈ പറഞ്ഞ പുഷ്പക വിമാനമാണ്, റൈറ്റ് സഹോദരന്മാരല്ല വിമാനം കണ്ടുപിടിച്ചത്, പുഷ്പ വിമാനമാണ് ആദ്യത്തെ വിമാനം, ലോകത്തെ ആദ്യത്തെ വിമാനമെന്നും, അല്ലെങ്കിൽ തല മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നത് ഗണപതിയുടെ തല മാറ്റിവെച്ചതാണെന്നും ഒക്കെയുള്ള തമാശകൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ പലപ്പോഴും പല രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അതല്ലെങ്കിൽ സാമുദായികമായ ചില താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ആ വിഷയങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഒരു ന്യായാധിപനാണ് പറയുന്നത് ഈ നിലയ്ക്ക്, അതായത് പശുവിൻ്റെ അമറൽ രോഗാണുവിനെ ഇല്ലാതാക്കും എന്നൊക്കെ കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തുന്നു. അത് നിർദ്ദേശങ്ങളായി പശുവിനെ ദേശീയ മൃഗമാക്കണമെന്നുള്ള നിർദ്ദേശമടക്കം സർക്കാരിന് കൈമാറുന്നതടക്കമുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇത് എങ്ങനെ സംഭവിക്കുന്നതാണ്? ഇത് നിഷ്കളങ്കമാണോ? ഇത് ഒരിക്കലും നിഷ്കളങ്കമാണെന്ന് പറയാനാവില്ല. തന്നെയുമല്ല, ഈ രാജസ്ഥാൻ ഹൈക്കോടതിയിലെ ആ ജഡ്ജിയുടെ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ പ്രസ്താവന, അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ ഒരിക്കലും ഒരു ജഡ്ജിയുടെ ഭാഗത്തു നിന്നും നീതിന്യായ സംവിധാനത്തിൽ വരാൻ പാടില്ലാത്തതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ തെറ്റായ നടപടിയാണ്. അവരിലൊക്കെ ജഡ്ജി ആണെങ്കിലും ജുഡീഷ്യറിയിൽ അംഗമാണെങ്കിലും അവരുടെയൊക്കെ മനസ്സിലുള്ള ചില വർഗീയ സ്വാധീനം ഇതിനകത്ത് വരുന്നു എന്ന് ജനങ്ങൾ സംശയിച്ചാൽ ജനങ്ങളെ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല. വളരെ തെറ്റായ ഒരു നടപടിയാണ്, അപലപനീയമായ ഒരു സമീപനമാണ് ആ ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ കഴിയുക? കാരണം ഇത് സമൂഹം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ ഗുണപരമായ ഒരു മുന്നോട്ട് പോക്കിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ല ഈ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഈ നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടുന്നു. ഒരു ന്യായാധിപൻ തന്നെ ഈ വാദത്തെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ വാദത്തെ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് അത് കൂടുതൽ ആഘോഷിക്കാനുള്ള വക നൽകുകയാണ്. ആ നിലയ്ക്ക് ഈ വിഷയത്തെ കൂടുതൽ പ്രചരിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് താങ്കൾക്കറിയാവുന്നതുപോലെ ഈ കശാപ്പ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനത്തിൻ്റെ തുടർച്ചയിലാണ് ഈ വിഷയവും ചർച്ചയായി വരുന്നത്. അത് എന്ത് സ്ഥിതിയായിരിക്കും ഉണ്ടാക്കുക? അതായത് ഈ നമ്മുടെ നിയമ സംവിധാനത്തിൽ, നിയമവ്യവസ്ഥയോട് ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് ഇവിടെ തകർന്നു വീഴുന്നത്. ജനങ്ങൾ വളരെ നീതിക്ക് വേണ്ടി ജനങ്ങൾ സമീപിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ജുഡീഷ്യൽ സംവിധാനത്തിൽ പോലും ഈ തരത്തിലുള്ള വർഗീയ സ്വാധീനം അല്ലെങ്കിൽ അഴിമതിയുടെ സ്വാധീനം ഇതുപോലുള്ള സംഗതികൾ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഈ സമീപനം, ഈ ജഡ്ജിയുടെ പ്രതികരണം വ്യക്തമാക്കുന്നത് ഈ തരത്തിലുള്ള അനപരീക്ഷണീയമായ പ്രവണതകളിലേക്ക് അത് വന്നു വീഴുന്നു, അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവമായോ. ഇത് മനഃപൂർവമായി എന്ന രീതിയിൽ മാത്രമേ നമുക്ക് രാജസ്ഥാനിലെ ജഡ്ജിയുടെ സമീപനത്തിൽ കാണാൻ സാധിക്കുള്ളൂ. ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല. ജുഡീഷ്യറിക്ക് അകത്തു തന്നെ ഈ തെറ്റായ പ്രവണതകൾ തിരുത്തുന്നതിനാവശ്യമായ ഒരു കറക്റ്റീവ് പ്രോസസ് ആരംഭിക്കേണ്ടത് അനിവാര്യമാണ്. നന്ദി ശ്രീ വി എം സുധീരൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ശ്രീ കെ സുരേന്ദ്രനിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ കെ സുരേന്ദ്രൻ, എന്തായാലും ഈ രാജസ്ഥാൻ ഹൈക്കോടതി ജഡ്ജിയുടെ ജസ്റ്റിസ് മഹേഷ് ചന്ദ്ര ശർമ്മയുടെ നിലപാടുകൾ BJP അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ വാദങ്ങൾ, അതായത് പശുവിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും പശുവിന് ഇത്തരം അത്ഭുത സിദ്ധികളൊക്കെ ഉണ്ട് എന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ബഹുമാനപ്പെട്ട VM സുധീരൻ്റെ ആത്മരോക്ഷം ഇപ്പോൾ ഇവിടെ പ്രകടമായി. പക്ഷേ ആ VM സുധീരൻ്റെ അണികൾ കണ്ണൂർ ജില്ലയിൽ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഈ ആത്മരോക്ഷമൊന്നും കണ്ടില്ല. പക്ഷേ ആത്മരോക്ഷം ആർക്കുണ്ടായി? രാഹുൽ ഗാന്ധിക്കുണ്ടായി. രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ടാണ് ആത്മരോക്ഷം ഉണ്ടായത്? ആത്മരോക്ഷം ഉണ്ടായത് കേരളം ഒഴികെയുള്ള ഒരു സംസ്ഥാനങ്ങളിലും ഈ ബീഫ് ഫെസ്റ്റിവൽ നടന്നിട്ടില്ല. ഒരു സംസ്ഥാനങ്ങളും നടന്നിട്ടില്ല. കാരണം ഉത്തരേന്ത്യയിലെ വികാരം അതാണ്. ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഉടനെ ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ പുറത്താക്കാൻ ആവശ്യപ്പെട്ടത്. ആ വികാരത്തെ ചൂഷണം ചെയ്യാനാണ് ഗോൾവർക്കർ മുതൽ ഇങ്ങോട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടുമിരിക്കുന്നത്. ഒപ്പുവെച്ച ഞാൻ പറഞ്ഞു തീരട്ടെ ഹർഷൻ, ഞാൻ പറയുമ്പോൾ മാത്രം ഇടപെടുകയും. എനിക്ക് താങ്കളുടെ നിലപാടുകളോട് വിയോജിപ്പാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇടയ്ക്ക് ഇടപെടേണ്ടി വരുന്നത്. എങ്കിലും താങ്കൾക്ക് അതുകൊണ്ടാണ് മറ്റാർക്കും നൽകുന്നതിനേക്കാൾ കൂടുതൽ സമയം നൽകുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ ഹർഷൻ, ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഉത്തരേന്ത്യയിൽ ഉപ്പുവെച്ച കലമാകും കോൺഗ്രസ്. ഇപ്പോഴേ ആയി കഴിഞ്ഞിരിക്കുന്നു, പൂർണ്ണമായിട്ടാകും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ കേരള ഹൈക്കോടതി വിധി അത് നമുക്ക് ചർച്ചയില്ല. മദ്രാസ് ഹൈക്കോടതിയുടെ വിധി നമുക്ക് ചർച്ചയില്ല. രാജസ്ഥാനിലെ ചർച്ചയാണ്, ചർച്ച ചെയ്തോളൂ, ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ രാജസ്ഥാൻ ഹൈക്കോടതി വിധി, അവിടുത്തെ ജഡ്ജി വിധിച്ചത് അവിടുത്തെ ഉത്തരേന്ത്യയിലെ ജനങ്ങളുടെ പൊതുവായ വികാരമാണ് ഹർഷൻ. അങ്ങനെ വികാരങ്ങൾ വിധിക്കാനാണല്ലോ ജഡ്ജിമാരിരിക്കുന്നത്. വികാരങ്ങൾ വിധിക്കാനാണോ ജഡ്ജിമാരിരിക്കുന്നത്? ശ്രീ കെ സുരേന്ദ്രൻ, ആ പറഞ്ഞ നിലപാടുകളോട് ഇത് BJP നേതാക്കൾ പറഞ്ഞിട്ടുള്ളതാണ്, BJPയുടെ ഭാഗമായി നിൽക്കുന്ന സന്യാസിമാർ പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ തന്നെയാണ് ഈ ജഡ്ജിയും പറയുന്നത്, മന്ത്രിമാർ പറഞ്ഞിട്ടുള്ളതാണ്. അതേ വാദമാണ്, അതായത് സമാനമായ വാദം ഒരു ജഡ്ജി അടക്കം അവതരിപ്പിക്കുന്ന സാഹചര്യം, അത് കോടതി മുറിയിൽ അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മളത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. എന്തെല്ലാം അത് മണ്ടത്തരം എന്നല്ലാതെ എനിക്ക് ഒരിക്കൽ കൂടി അതിനെക്കുറിച്ച് പറയാൻ മറ്റു വാക്കുകളില്ല. അതാണ് ആ ജഡ്ജി പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും. അതിന് വെളിയിൽ ഇറങ്ങിയതിന് ശേഷം ഈ വിഷയത്തിൽ പ്രതികരണം ആരാഞ്ഞപ്പോൾ ജഡ്ജി പറഞ്ഞത് എന്താണെന്ന് താങ്കൾ കേട്ട് കാണുമല്ലോ. മയിലുകൾ ഇണചേരാറില്ല, ആൺമയിലിൻ്റെ കണ്ണുനീർ കുടിച്ചുകൊണ്ടാണ് പെൺമയിൽ മുട്ടയിടുന്നത്, അങ്ങനെയാണ് പ്രത്യുൽപാദനം ഉണ്ടാവുന്നത് എന്നതടക്കമുള്ള ശുദ്ധ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. ഇതെല്ലാം നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളതാണ്, മുത്തശ്ശി കഥകളായി കേട്ടിട്ടുള്ളതാണ്, മിത്തുകളാണ്. അതിനെ വിശ്വസിച്ച് അവതരിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പുഷ്പക വിമാനത്തിൻ്റെയും തലമാറ്റിവെക്കലിൻ്റെയും ഒക്കെ മറ്റൊരു വേർഷനാണ് ഇത് എന്നത് തന്നെയല്ലേ വാസ്തവം. ആ വിഷയത്തെ ഗൗരവമായി നിങ്ങൾ അവതരിപ്പിക്കുമ്പോഴാണ് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. താങ്കൾ പറയുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടപെടേണ്ടിയും വരുന്നത്. താങ്കൾക്ക് തുടരാം. ഹർഷൻ, ഞാൻ പറഞ്ഞു തീരട്ടെ പ്ലീസ്.
എനിക്ക് അവസരം തരൂ. ഇവിടെ രാജസ്ഥാൻ ഹൈക്കോടതി ജഡ്ജിയുടെ ജഡ്ജിമെന്റ് ആരാണ് നമ്മുടെ രാജ്യത്ത് മുഖവിലക്കെടുത്തിട്ടുള്ളത്? അതേ നിലപാട് തന്നെയാണ് മദ്രാസ് ഹൈക്കോടതിയുടെയും. മദ്രാസ് ഹൈക്കോടതിയുടെ നിലപാടും നമ്മുടെ രാജ്യത്ത് സുപ്രീം കോടതി വിധി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരിക്കുകയാണ്. ആ വിധിയെ സ്റ്റേ ചെയ്താൽ ഒരിക്കലും അത് നിലനിൽക്കപ്പെടുന്നില്ല. ഫെഡറൽ സമ്പ്രദായം അനുസരിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണ് കേരളം ബീഫ് നിരോധനം നടത്താത്തത്. അതുകൊണ്ടാണ് ഹിമാചൽ പ്രദേശിൽ എന്തുകൊണ്ട് VM സുധീരൻ്റെ പാർട്ടി ഹിമാചൽ ഞങ്ങൾ ബീഫ് നിരോധനം നമ്മുടെ രാജ്യത്ത് എടുത്തു കളയണം എന്നാവശ്യപ്പെടുന്നവർ, ബീഫ് നിരോധനം പാടില്ല എന്ന് പറയുന്ന VM സുധീരൻ അടക്കമുള്ളവർ ഹിമാചൽ പ്രദേശിൽ ഞങ്ങൾ ബീഫ് നിരോധനം റദ്ദു ചെയ്യുന്നു, പഞ്ചാബിൽ ഞങ്ങൾ റദ്ദു ചെയ്യുന്നു. ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പൂർണ്ണമായിട്ടും ഞങ്ങളെടുത്ത തീരുമാനം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എടുത്ത നിലപാട്, ഗാന്ധിജി എടുത്ത നിലപാട്, കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ എടുത്ത നിലപാട് ഞങ്ങൾ തള്ളിക്കളയുന്നു. ഞങ്ങൾ ആ നിലപാടിൽ നിന്ന് മാറ്റം വരുത്താൻ തയ്യാറാകുന്നു. എന്തുകൊണ്ട് അത്തരത്തിൽ നിലപാട് സ്വീകരിക്കുന്നില്ല? അത്തരത്തിൽ നിലപാട് സ്വീകരിച്ചാൽ കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക്, അത് ചരിത്രപരമായിട്ടുള്ള ഒരു ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് അത് മാറും. അതുകൊണ്ട് ഉപ്പുവെച്ച കലമായി ആ പ്രസ്ഥാനം മാറുമെന്നുള്ളത് കൊണ്ടാണ് കേരളം ഒഴികെയുള്ള നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള, നിങ്ങൾ നോക്കൂ, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും ഇത് കോൺഗ്രസ് ഉപയോഗിച്ചിട്ടില്ല, രാഷ്ട്രീയമായി ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. കൃത്യമായി രാഷ്ട്രീയമായി കോൺഗ്രസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് തന്നെ ഗോൾവർക്കർ മുതൽ ഇങ്ങോട്ട് നിങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് വാസ്തവം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. താങ്കൾക്ക് പറയാനുള്ള അവസരം ലഭിച്ചു എന്ന് കരുതുന്നു. ശ്രീ അഡ്വക്കേറ്റ് MC ആഷി, വളരെ സമർത്ഥമായാണ് അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞു വെച്ചത്. രാജസ്ഥാൻ ഹൈക്കോടതിയിൽ പറഞ്ഞതിന് സമാനമായ കാര്യമാണ് മദ്രാസ് ഹൈക്കോടതിയിൽ പറഞ്ഞത് എന്ന്. അതായത് ഈ വിജ്ഞാപനത്തിൽ ഇടപെടാനോ അത് സ്റ്റേ ചെയ്യാനോ ഒന്നും കഴിയില്ല മദ്രാസ് ഹൈക്കോടതിക്ക്. പക്ഷേ മദ്രാസ് ഹൈക്കോടതി അത് നിയമപരമായി അദ്ദേഹം വാദിക്കുന്നത് ശരിയായിരിക്കും. കാരണം വളരെ സമർത്ഥമായി ആ നിയമപരമായി നിലനിൽക്കുന്ന തലത്തിലാണ് ആ വിജ്ഞാപനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ കോസ്മിക് റൈസിനെ കൊമ്പുകൾ ആഗിരണം ചെയ്യും, പശുവിൻ്റെ കൊമ്പ് ആഗിരണം ചെയ്യും എന്ന മട്ടിലാണോ മദ്രാസ് ഹൈക്കോടതി കാര്യങ്ങളെ അവതരിപ്പിച്ചത്? ഭക്ഷണം മനുഷ്യൻ്റെ പ്രാഥമികമായ ആവശ്യവും അവകാശവുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതി ഈ വിജ്ഞാപനത്തെ സ്റ്റേ ചെയ്യുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതിനെ താരതമ്യം ചെയ്യാൻ എങ്ങനെയാണ് കഴിയുക? അതിനെ താരതമ്യം ചെയ്യാൻ വേണ്ടി കഴിയുകയില്ല. ഈ താരതമ്യം ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും വലിയ മണ്ടത്തരമെന്ന് ഞാൻ പറയുന്നത്. അത് സാമർഥ്യമൊന്നുമല്ല. ഇതൊക്കെ ആളുകൾക്ക് അറിയാം, ഇതൊക്കെ കാണുമ്പോഴേ അറിയാം, പറയുന്ന ആൾക്കും അറിയാം ഇതൊക്കെ വളരെ മണ്ടത്തരമാണ് പറയുന്നത് എന്നുള്ളത്. രാജസ്ഥാൻ ഹൈക്കോടതിയിലൊരു ജഡ്ജ് അദ്ദേഹത്തിന് ഈ പറയുന്ന അജണ്ടകളോട് താല്പര്യമുള്ള, ഹൈന്ദവ വർഗീയതയോട് താല്പര്യമുള്ള, ഹൈന്ദവ ആചാരങ്ങളോട് അമിതമായ താല്പര്യമുള്ള അദ്ദേഹം പറഞ്ഞു വെച്ച പല മണ്ടത്തരങ്ങളും പോലെയാണ് മദ്രാസ് ഹൈക്കോടതിയും പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് പറയുന്നതിന് പിന്നിലൊരു താല്പര്യമുണ്ട്. ആ താല്പര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ നിയമമാണ് നടപ്പിലാക്കേണ്ടത്, ആ നിയമമെല്ലാം പഴുതുകൾ അടച്ചിട്ടുള്ളതാണെന്ന് ഇവർ പറയുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്? ഭരണഘടനാപരമായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള കോടതികൾക്ക് ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ പറയുന്ന പോലെ തൊഴിലും ഭക്ഷണത്തിന്റെ മാത്രമല്ല, ഇതിനപ്പുറം അദ്ദേഹത്തിന് എന്ത് പ്രത്യയശാസ്ത്ര വ്യക്തതയാണ് വരുത്താനുള്ളത്? ഇതിനെന്തിനാ ജാതിയും മതവും പരിശോധിക്കുന്നത്? ഇവിടെ ഏത് ജാതിയിൽ ജനിച്ചു, ഏത് മതത്തിൽ ജീവിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. എല്ലാ ഹിന്ദുക്കളും ഇതുപോലെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് എത്ര ജഡ്ജിമാരുണ്ട് കോടതികളിൽ? നിങ്ങൾ മാത്രമല്ലേ ഇത് പറയുന്നത്? ഒരു ജഡ്ജി അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമായി അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമായി കരുതിക്കൊണ്ട് പറയേണ്ട കാര്യങ്ങളാണോ ആ ജഡ്ജി പറഞ്ഞിരിക്കുന്നത്? ശ്രീ KK സുരേന്ദ്രൻ, ഞാനത് ഇനിയും ആവർത്തിച്ച് വായിക്കുക എന്നത് ആ മണ്ടത്തരങ്ങൾ വീണ്ടും ജനങ്ങളെ ഒരിക്കൽ കൂടി കേൾപ്പിക്കുക എന്നതായതുകൊണ്ടാണ് എനിക്ക് പിന്നെയും അത് വായിക്കാൻ മടി. ഓക്സിജൻ ശ്വസിച്ച് ഓക്സിജൻ തന്നെ പുറത്തേക്ക് വിടുന്ന ഭൂമിയിലെ ഏക ജീവജാലം പശുവാണ്. പശു ഒരു ആശുപത്രി തന്നെയാണ്. പശുമൂത്രം കുടിച്ചാൽ കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങൾ കഴുകിക്കളയാം. റഷ്യൻ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലനുസരിച്ച് വീടിന്റെ ഭിത്തിയിൽ ചാണകം തേക്കുന്നത് വീട്ടുകാരെ റേഡിയേഷനിൽ നിന്ന് രക്ഷിക്കുന്നു. കൊമ്പുകളിലൂടെ പശു കോസ്മിക് ഊർജം ആഗിരണം ചെയ്യുന്നു. ചാണകം കോളറ പരത്തുന്ന കീടാണുക്കളെ കൊന്നൊടുക്കുന്നു. ഇതൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹത്തിന്റെ പ്രകൃതി സ്നേഹി ആയതുകൊണ്ട് അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ അങ്ങ് പറഞ്ഞു പോകരുത്. ഇത് നിങ്ങളുടെയും വാദങ്ങൾ തന്നെയാണ്. അതല്ലേ ശരി? അല്ല ഹർഷൻ, നമ്മുടെ രാജ്യത്ത് ചില ടാബ്ലറ്റുകൾ അടക്കം വരുന്നത് നമ്മുടെ രാജ്യത്തെ മൃഗങ്ങളിൽ നിന്നാണ്. മൃഗങ്ങളുടെ എല്ലുകളുടെ പൊടി, അതുപോലെ തോല്, അതിൻ്റെ മറ്റു ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്.
അതുകൊണ്ട് മൃഗങ്ങളുടെ മുഴുവൻ നമ്മുടെ രാജ്യത്തെ എല്ലാ മൃഗങ്ങളെയും കശാപ്പ് നിരോധനം വേണം എന്ന നിലപാട് ഭാരതീയ ജനതാ പാർട്ടിക്കോ സംഘപരിവാറിനോ ഇല്ല. അത് നിങ്ങളുടെ പ്രചരണം മാത്രമാണ്. പിന്നെ അത് ആര് മാർക്സിസ്റ്റ് ചെയ്യണമെന്ന് പാർട്ടിയുടെ അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രചാരണം മാത്രമാണ് ഇവിടുത്തെ കന്നുകാലികളെല്ലാം നശിക്കുകയാണ് എന്നും കന്നുകാലി സമ്പത്തിനെ സംരക്ഷിക്കാൻ ഈ ചാവാലി പശുക്കളെ മുഴുവൻ രക്ഷിച്ചേ മതിയാവൂ എന്നതും നിങ്ങളുടെ പ്രചാരണം മാത്രമാണ്. കണക്കെടുത്ത് നോക്കാം, ഈ മനുഷ്യന് പ്രയോജനം ചെയ്യാത്ത ഏത് മൃഗമാണ് വംശവർധന നടത്തുന്നത്, എണ്ണത്തിൽ വർദ്ധിക്കുന്നത്? പുലിയോ കടുവയോ ഒക്കെ നമ്മൾ കഷ്ടപ്പെട്ടവരുടെ എണ്ണം കൂട്ടാൻ ശ്രമിക്കുന്നതല്ലാതെ അവയൊക്കെ ഒന്നൊന്നായി മനുഷ്യൻ കൊന്നൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഈ പശുക്കളെയൊക്കെ സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ കാളകളെ സംരക്ഷിക്കുന്നത്, പോത്തുകളെ സംരക്ഷിക്കുന്നത്? അതൊക്കെ നമുക്ക് തിന്നാൻ വേണ്ടി കൂടിയുള്ളതാണ് എന്ന് ബോധമുള്ളത് കൊണ്ട് അതിനെ ആ നിലയ്ക്ക് സംരക്ഷിക്കുക കൂടിയാണ് മനുഷ്യൻ ചെയ്യുന്നത്. അതല്ലാതെ ഒരു തരത്തിലും ജീവശാസ്ത്രപരമായി ഒരു തരത്തിലും നിലനിൽപ്പില്ലാത്ത ഈ വാദങ്ങൾ അവതരിപ്പിക്കുകയും ആ വാദങ്ങൾക്ക് നിലനിൽപ്പുണ്ടാക്കി കൊടുക്കുന്ന വിധത്തിൽ വിജ്ഞാപനമടക്കം പുറപ്പെടുവിച്ചുകൊണ്ട് നിയമമാക്കി തീർക്കുകയും ഒക്കെ ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നതാണ് വാദം. ഹർഷൻ, ഒരുപാട് വിധിന്യായങ്ങൾ നമ്മുടെ രാജ്യത്ത് പലരും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാ. നിരവധിയായ വിധിന്യായങ്ങൾ. അവരുടെ ഒന്നും ജാതിയും മതവും ഗോത്രവും ആചാരവും ഒന്നും എടുത്തു ആരും പറഞ്ഞിട്ടില്ല. ഇത് ഒരു വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ പര്യാപ്തമായ രീതിയിലാണ് നേരത്തെ ആരാണ് സൃഷ്ടിക്കുക? ആരാണ് സൃഷ്ടിക്കുക? ഈ വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ മുതൽ ആരെയാണ് ഈ വിജ്ഞാപനം നേരിട്ട് ആ വിജ്ഞാപനത്തിന്റെ വിശദമായ ചർച്ചകളിലേക്ക് നമുക്ക് പോകണ്ട. എങ്കിലും അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആ വിജ്ഞാപനം ആരെയാണ് നേരിട്ട് ബാധിക്കുക? ജാതിയും മതവും നോക്കി തന്നെ ആ വിജ്ഞാപനം ആരെയാണ് ബാധിക്കുക എന്ന് നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ കഴിയും. അവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾ ജാതിയും മതവും പ്രയോഗിക്കാത്തത്, ഈ പറഞ്ഞ വാദങ്ങൾ ഉയർത്താത്തത്? യാഥാർത്ഥ്യം അതാണ്. പക്ഷെ അതിനെ മറച്ചു വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കുന്നത്. താങ്കൾ സുപ്രീം കോടതിയോട് പറയൂ. ഞാൻ ചോദിക്കട്ടെ ഹർഷൻ, ഞാൻ ചോദിക്കട്ടെ, സെൻകുമാറിനെ ഈ DGP ആയി എടുക്കാൻ സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും ഒരു കണിക പോലും ആഗ്രഹമുണ്ടായിരുന്നില്ലല്ലോ. സംസ്ഥാന സർക്കാരിന് ഒരു കണിക പോലും ആഗ്രഹമുണ്ടായിരുന്നില്ല, ഒരു അംശം പോലും ആഗ്രഹമുണ്ടായിരുന്നില്ലോ സെൻകുമാറിനെ ഈ സംസ്ഥാനത്തിന്റെ DGP ആയി നിയമിക്കാൻ. പക്ഷെ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു, നിയമിക്കാതിരിക്കാൻ മാർഗമില്ല. സുപ്രീം കോടതി ആവശ്യപ്പെട്ടു ഇന്ത്യ ഗവൺമെന്റിനോട്. സുപ്രീം കോടതി വിധിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ട് ഹർഷൻ അത് വിസ്മരിക്കുന്നു? കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമമാണോ? കേന്ദ്ര സർക്കാർ ഇതിന് ചട്ടമുണ്ടാക്കി. ആ ചട്ടമുണ്ടാക്കുന്ന സമയത്ത് സുപ്രീം കോടതി ഈ കന്നുകാലികളെ ഈ നിലയ്ക്ക് ഈ ചട്ടമുണ്ടാക്കുമ്പോഴാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശമല്ല നടപ്പാക്കിയിരിക്കുന്നത്. സുപ്രീം കോടതി നേപ്പാളിലേക്കൊക്കെ ഈ പശുക്കളെ കടത്തുന്നതുമായി ബന്ധപ്പെട്ട് ആണ് ആ വിഷയത്തെ അവതരിപ്പിച്ചത്. ആ നിലപാട് സുപ്രീം കോടതി സ്വീകരിച്ചത്. അതിനപ്പുറത്ത് കേരളത്തിലെ അതാത് സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നുകൊണ്ട് ആ സംസ്ഥാനങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള മാർക്കറ്റ് ഇടപെടലുകളെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചട്ടമുണ്ടാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. നിയമത്തെ അനുശാസിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തത്. എന്തുകൊണ്ട് ആ നിയമം നടപ്പിലാക്കുന്നില്ല എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. അത് നടപ്പിലാക്കണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. ഇത് നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ 2011-ലും 2016-ലും പാർലമെന്റ് ചർച്ച ചെയ്താണ് ഈ വിഷയം. തീർച്ചയായും എന്തായാലും എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും അഭിപ്രായം ചോദിച്ചു. തീർച്ചയായും നമുക്ക് വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നമ്മൾ പല ആവർത്തി ചർച്ച ചെയ്തതാണ്. നമുക്ക് ആ വിജ്ഞാപനം എന്ത് ഫലമുണ്ടാക്കി എന്നതിലേക്ക് വരാം. ശരിയാണ് താങ്കൾ പറഞ്ഞത്. ഈ സംസ്ഥാനങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, അതിന് മറുപടി ഏതു തരത്തിലാണ് കിട്ടിയത്, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ എന്ത് ഫലമുണ്ടാക്കി എന്നതാണ് പ്രശ്നം. എന്താണ് ഇവിടെ കോടതികൾ പറയുന്നത് എന്നതാണ് പ്രശ്നം. എന്തുകൊണ്ട് കേരളം എതിർത്തില്ല ഹർഷൻ? അതിന് കേരളത്തിന് മറുപടിയുണ്ട്. ഇതല്ല ഈ രീതിയിലല്ല സംസ്ഥാനങ്ങളോട് ഈ വിഷയത്തിൽ കാര്യങ്ങൾ ആരായേണ്ടത് എന്ന് തന്നെ സംസ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായി. ഈ രീതിയിലല്ല ആരായേണ്ടത്. ആ ചട്ടങ്ങൾ ഉണ്ടാക്കിയതാണ് വിജ്ഞാപനമായി പുറപ്പെടുവിച്ചുള്ളത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഡോക്ടർ തോമസ് ഐസക് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ തോമസ് ഐസക്, GDP മൂക്കും കുത്തി വീണു. പക്ഷേ അതല്ല നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. പശുവിൻ്റെ കൊമ്പുകൾ എങ്ങനെ കോസ്മിക് റേസിനെ ആഗിരണം ചെയ്യുന്നു എന്നതിനെക്കുറിച്ചും പശുവിൻ്റെ അമറലിലൂടെ എങ്ങനെ രോഗാണുക്കൾ നശിക്കുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെയാണ് നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഈ നിലയ്ക്ക് കോടതി പോലും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതിനെ താങ്കൾ എങ്ങനെ കാണും? ഇത് നമ്മുടെ നാട്ടിൽ മാറി വരുന്നൊരു അന്തരീക്ഷത്തെ പ്രതിഫലിപ്പിക്കുകയാണ്.
ഇപ്പോ ഭരണാധികാരികൾ ഈ പറയുന്നതൊക്കെ പ്രഖ്യാപിക്കുന്നില്ലേ? UP മുഖ്യമന്ത്രി, കേന്ദ്ര മന്ത്രിമാര്, ഇങ്ങനെയുള്ള പമ്പര വെഡിത്തങ്ങളും ഒക്കെ റാഷണൽ തിങ്കിങ് അതെല്ലാം വിളമ്പുന്നത് നമുക്കിപ്പോ സുപരിചിതമായി മാറിയിട്ടുണ്ട്. ഇതങ്ങനെയാണെന്ന്. പക്ഷെ നമ്മൾ കോടതി ഇങ്ങനെയാവും എന്ന് ചിന്തിക്കുന്നില്ല. ഇങ്ങനെ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ഒരു ഇറാഷണൽ ആയിട്ടുള്ളതും വർഗീയമായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷത്തിൽ കോടതി മാറി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ തെളിയുന്നത്. കാരണം നമുക്ക് ചിന്തിക്കാം, വ്യവസ്ഥകൾ നോക്കി അനുകൂലമാണോ അല്ലയോ എന്നുള്ളതാണ്. അതിനു പകരം അവരുടെ മതപരമായിട്ടുള്ള മുൻവിധികൾ കാര്യങ്ങൾ വെച്ച് നേരത്തെ വ്യാഖ്യാനിക്കുകയാണ്. ഇവിടെ ബാൻ ഏർപ്പെടുത്താൻ കഴിയില്ല ഹൗസ് വോട്ടറിന് എന്ന് വളരെ വ്യക്തം. അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ മറ്റു കേന്ദ്രത്തിനൊന്നും കഴിയില്ല. അപ്പൊ കേന്ദ്രത്തിൽ നേരിട്ട് ചെയ്യാൻ പറ്റാത്തത് അവര് പരോക്ഷമായി പിൻവാതിലൂടെ ചെയ്യുന്ന ഏർപ്പാടാണ്. അത് ഇനി വിൽക്കണമെന്ന് ഇതിന്റെ നിബന്ധനകൾ ഏർപ്പെടുത്തി അതിന്റെ വിപണി അങ്ങ് തകർക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ആര് ഇത് മേടിക്കുക വിൽക്കുക ചെയ്താൽ തന്നെയും ആ റൂൾ അനുസരിച്ചാണോ പരിശോധനത്. തീർച്ചയായും ഫോൺ റേഞ്ചിലല്ലാത്തത് കൊണ്ട് കൃത്യമാവുന്നില്ല. താങ്കൾ പറയുന്നത് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ല. അതിൽ ബുദ്ധിമുട്ടുണ്ട്. വീണ്ടും താങ്കൾക്ക് സംസാരിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ വൈശാഖൻ തമ്പി, ഈ വാദങ്ങളെല്ലാം കേട്ടല്ലോ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതിൻ്റെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാമാണ്? ഇത് ഇപ്പോൾ വാർത്ത പോകുന്നുണ്ട്, കേരള ഹൗസിനുള്ളിൽ പ്രതിഷേധ പ്രകടനം നടന്നിരിക്കുന്നു. ഒരു സംഘം ആളുകൾ ഇരച്ചു കയറിക്കൊണ്ട് ബഹളമുണ്ടാക്കി അവിടെ പാൽ കവറുകൾ വിതരണം ചെയ്തിരിക്കുന്നു. ഈ ഗോസംരക്ഷകരാണ് ഈ പ്രശ്നമുണ്ടാക്കിയത്. അതിനുശേഷം അവർ ഇറങ്ങിപ്പോയി. മുമ്പും കേരള ഹൗസിൽ സമാനമായ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇതിനേക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ട്വിറ്ററിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിനെതിരായ വലിയ പ്രചാരണങ്ങൾ നടക്കുകയാണ്. കേരളത്തിലേക്ക് വരേണ്ടതില്ല, ആളുകൾ കേരളത്തിലേക്ക് വരരുത്, ഹിന്ദുക്കൾ കേരളത്തിലേക്ക് പോകരുത് എന്നൊക്കെ മട്ടിലാണ് ആ പ്രചാരണങ്ങളൊക്കെ കൊടുമ്പിരി കൊള്ളുന്നത്. ഇങ്ങനെ കേരളത്തിൻ്റേത് മാത്രമായ ഒരു താല്പര്യം ഇതിലുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നു കൂടിയുണ്ട്. അതിനെ ആ തലത്തിൽ നിന്നുകൊണ്ട്, കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഈ പ്രചാരണങ്ങളെ കാണാൻ കഴിയുക? തീർച്ചയായിട്ടും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മൾ മലയാളികൾ ജീവിക്കുന്നത്. കാരണം മറ്റ് നമ്മുടെ വികസന സൂചികകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വികസന സൂചികകൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. നമ്മൾ മലയാളികൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളുടെ നിലവാരം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് മുകളിലുള്ളതാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിലായാലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും ഒക്കെ നമ്മൾ ഒരുപാട് മുമ്പിലാണ്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ ചിലവാകുന്ന ഇത്തരം മണ്ടത്തരങ്ങളൊന്നും തന്നെ കേരളത്തിൽ ചിലവാകില്ല. പക്ഷേ നമ്മൾ മലയാളികൾ കാണിക്കുന്ന ഒരു ലാഘവ ബുദ്ധി ഇവിടെ അപകടകരമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം BJPയുടെ വക്താക്കളായിരുന്ന ആളുകൾ പലപ്പോഴും മണ്ടത്തരമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരിക, ചോദ്യങ്ങളിൽ നിന്ന് വഴുതി മാറി തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക, ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, യാതൊരു ഉളുപ്പുമില്ലാതെ മണ്ടത്തരങ്ങൾ പിന്നെയും ആവർത്തിക്കുക, പച്ച നുണകൾ പിന്നെയും പറഞ്ഞ് ശരിയാക്കാൻ സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ മലയാളികൾ ഒരു തമാശയുടെ സെൻസിലൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഇതേ ആളുകൾ തന്നെ ഞാനൊന്ന് സംസാരിച്ചോട്ടെ മറ്റു പലങ്ങളും കേരളത്തിലെ ജനങ്ങളെ ബീഫ് ഈറ്റേഴ്സ് എന്നാണ് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ബീഫ് ഈറ്റേഴ്സ് എന്നൊരു തെറിയായിട്ടാണ് മലയാളികളെ അവർ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിനു മുമ്പ് നമ്മുടെ സംഘപരിവാറിന്റെ മുഖപത്രത്തിൽ പണ്ട് കേരളത്തെ അപ്പാടെ ആക്ഷേപിച്ചുകൊണ്ട് പച്ച നുണകൾ എഴുതിവിട്ടിട്ടുള്ള ലേഖനങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അതിന് മുമ്പ് ചരിത്രമുണ്ട്. കേരളത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ നമ്പറുകളൊന്നും ചിലവാകാത്തൊരു സംസ്ഥാനം എന്ന നിലയിൽ നമ്മളെ താറടിക്കാനുള്ള ശ്രമം വടക്കേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ സംഘപരിവാർ നേതാക്കൾ അതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്നുണ്ട്. പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന മലയാളികളുടെ ജീവനെ കൂടി അപകടപ്പെടുത്തുന്ന രീതിയിലാണ് ഇവർ നുണകൾ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പശുവിൻ്റെ തലവെട്ടി തൂക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കപട ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക, അങ്ങനെയുള്ള ഒരുപാട് പ്രചരണങ്ങൾ, അത് ഇവർ സ്വയം അറിയാതെ കാണിച്ചു വിട്ടുന്ന മണ്ടത്തരങ്ങൾ പലപ്പോഴും മലയാളികൾ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. തീർച്ചയായും ലാഘവ ബുദ്ധിയോടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് പിന്നീട് ഗുരുതരമായ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതിലേക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിക്കും എന്നതാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ KK സുരേന്ദ്രൻ, അവസാനമായി വളരെ പെട്ടെന്ന്, ഈ കേരളം നിങ്ങളുടെ ഈ അജണ്ടയ്ക്ക് ഏതെങ്കിലും തരത്തിൽ വഴിപ്പെടും എന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ അജണ്ടയാണുള്ളത്. ആ രാജ്യത്തിൻ്റെ അജണ്ടയോടൊപ്പം കേരളം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ്
ഇപ്പം അവസാനം നടത്തിയ ബി ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ ജനങ്ങൾ പരിപൂർണമായും LDF-നെയും UDF-നെയും ഒറ്റപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. തീർച്ചയായും. ഏതായാലും അങ്ങനെ ഒരു കാഴ്ച തൽക്കാലമില്ല. കാരണം ബീഫിന്റെ കാര്യത്തിൽ ഈ കാര്യത്തിൽ കേരളം ഒറ്റപ്പെടുന്നെങ്കിൽ ഒറ്റപ്പെടട്ടെ എന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ഈ കേരളത്തിന് പശുവിന്റെ ഇറച്ചിയും അല്ലെങ്കിൽ കേരളത്തിന് ബീഫ് അല്ലെങ്കിൽ ഈ കന്നുകാലികളുടെ ഇറച്ചിയാണ് വേണ്ടത്. അല്ലാതെ കോസ്മിക് റൈസിനെ കൊമ്പിലൂടെ ആവാഹിച്ചുകൊണ്ട് രോഗാണുക്കളെ കൊന്നൊടുക്കുന്ന പശുവിനെ അല്ല കേരളം പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ തോമസ് ഐസക്, ശ്രീ വൈശാഖൻ തമ്പി, അഡ്വക്കേറ്റ് MC ആഷി, ശ്രീ KK സുരേന്ദ്രൻ. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഇനി പോളിമിക്സ് കാണാം.